ഇറാനെതിരായ യുദ്ധം 2-3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ അവകാശവാദം. ഇറാനുമായി ചർച്ച നടത്തി വെടിനിർത്തൽ കരാർ ആവശ്യമില്ലെന്നും സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി പിന്മാറുമെന്നുമാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. ചർച്ചയ്ക്കും കരാറിനും കാത്തു നിൽക്കാതെ സൈനിക നടപടി അവസാനിപ്പിച്ച് മടങ്ങാനാണ് വൈറ്റ് ഹൗസ് ഒരുങ്ങുന്നതെന്നാണ് വാർത്തകൾ. US പെട്ടെന്നുള്ള പിന്മാറ്റ സൂചന അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മുൻപ് ഇറാനുമായി ചർച്ച നടത്തുന്നുവെന്നും തൽക്കാലം കടുത്ത ആക്രമണം ഉണ്ടാകില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയ ട്രംപ് തിങ്കളാഴ്ച കടുത്ത ആക്രമണം എന്ന നിലപാട് മാറ്റിയിരുന്നു. ഇറാൻ യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാവുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുന്നുവെന്നും വിമർശനമുയരുന്നതിനിടെയാണ് US പുതിയ നീക്കം. ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇറാനിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇറാൻ വിടുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അത് അധികം വൈകാതെ തന്നെ ചെയ്യും. അതോടെ അവർ തകർന്നടിയും. തങ്ങൾ ദൗത്യം പൂർത്തിയാക്കുകയാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. USഉം ഇറാനും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടോ ഇല്ലയോ എന്നത് തൽക്കാലം പ്രസക്തിയില്ല. ഇറാൻ്റെ ആണവശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ US പിന്മാറുമെന്നാണ് ട്രംപിൻ്റെ പുതിയ നിലപാട്. ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ പ്രതികരണത്തിലും ട്രംപ് ഈ നിലപാടാണ് ആവർത്തിച്ചത്. സൈനിക നടപടി വിവരിക്കവേ ഇറാനെ പൂർണ്ണമായും തകർക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം എണ്ണക്ഷാമം നേരിടുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകിൽ എണ്ണ US നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ ധൈര്യം സംഭരിച്ച് ഹോർമുസ് വഴി കപ്പലിറക്കുക എന്നീ പോംവഴികൾ മാത്രമേ ഉള്ളൂ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക നടപടിക്ക് പിന്തുണ നൽകാത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിൽ ട്രംപ് കടുത്ത അസംതൃപ്തിയിലാണ്. ഇറാൻ അടച്ച ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള US അഭ്യർത്ഥനയെ സഹായിക്കാത്തതിന് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിപ്പ് പങ്കുവച്ചിരുന്നു. സഹായിക്കാൻ അമേരിക്ക ഇനി മുന്നിട്ടിറങ്ങില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് രാജ്യങ്ങൾ സ്വയം പോരാടാൻ പഠിക്കണമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ വരും ദിവസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരയാക്രമണം ഉൾപ്പെടെയുള്ള കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് US മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഹെഗ്സെത്ത് മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ US നേതൃത്വം നൽകുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടുകയാണ്.